ഹലോ, അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മീൻ ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഇതിലേക്ക് 3 സവാള, 5 തക്കാളി, പിന്നെ ചതക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 2 ചീരുള്ളി ഇട്ടിട്ട് ചതക്കണം കേട്ടോ. നമ്മൾ സൂത മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം അത്യാവശ്യം വലിയ മീനാണെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും മുളകും പൊടിയും കുരുമുളക് പൊടി നാരങ്ങ നീരൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇതെടുക്കുന്നുണ്ട്. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അപ്പോൾ അതിലേക്ക് ഉള്ളി സവാളയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുക കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ ഇട്ടാൻ വിട്ടുപോയതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നുണ്ട്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു ഗരം മസാല കുറച്ച് ചേർത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്, കുറച്ച് മതി. അപ്പോൾ അതിനുശേഷം മല്ലിയില പുതിനയിലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ആഡ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് മീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ്. ദമ്മിടാൻ ആവശ്യമായിട്ട് നമ്മൾ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നെയ്യും സൺഫ്ലവറും സ്പൈസസും ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ദം ചെയ്യുക കേട്ടോ. താഴെ മസാല, പിന്നെ റൈസ്, പിന്നെ കുറച്ച് മസാല റൈസ് അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് മേലെ ഫിഷൊക്കെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ.